പണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്ന പല ആൻജിയോപ്ലാസ്റ്റികളും നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. ഓരോ രോഗിയുടെ ബ്ലോക്കുകൾ നോക്കിയതിന് ശേഷമാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇതിന് ഏതാണ് നല്ലതെന്ന്. ആൻജിയോപ്ലാസ്റ്റി വഴി മാറ്റാൻ പറ്റുന്ന ബ്ലോക്കുകളേക്കാൾ ഈസി ആയിട്ട് ചിലപ്പോൾ ചില സർജൻസിന് വളരെ ഈസി ആയിട്ട് ബൈപ്പാസ് വെച്ചാൽ ബ്ലോക്ക് മാറ്റാൻ പറ്റും. പെട്ടെന്ന് രക്തയോട്ടം കുറഞ്ഞു പോയിട്ട് അവിടുത്തെ ഈ ഹാർട്ടിന് അറ്റാക്ക് വരുന്നത് നമുക്ക് ലെഗ് അറ്റാക്ക് എന്ന് പറയാം. അത് തിരിച്ചറിയുന്നില്ല. കാരണം നമുക്ക് അതിന്റെ സിംറ്റംസ് നമുക്ക് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ അറിയുന്നത് തന്നെ വളരെ വൈകിട്ടായിട്ട് ഒരു ഫുൾ ഗാംഗ്രീൻ ആയതിനു ശേഷം നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അങ്ങനത്തെ സിറ്റുവേഷൻ എല്ലാം ചിലപ്പോൾ നമുക്ക് ആ ആംബ്യൂട്ടേഷൻ കാൽ മുറിച്ച് മാറ്റുന്നതിന്റെ ആ എക്സ്റ്റൻഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഡിസ്ട്രക്ഷൻ ഈസ് ഈസിയർ ദാൻ ക്രിയേഷൻ അല്ലേ. നമുക്ക് കാല് മുറിച്ച് മാറ്റാൻ എളുപ്പമാണ്, പക്ഷെ വീണ്ടും അതിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈവൻ ഒരു 10% ചാൻസ് ആണെങ്കിൽ പോലും നമ്മൾ എടുക്കണമെന്നാണ് എന്റെ പോളിസി. പണ്ട് ഓപ്ഷൻസ് ഇല്ല, കട്ട് ചെയ്ത് കളയുക. ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്കത് റെക്കഗ്നൈസ് ചെയ്ത് അവയർനെസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് എന്റെ കാര്യം. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വൈറ്റൽ വോയിസസ് ബൈ എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റൽ. ഇന്ന് നമ്മുടെ ഇപ്പം വീണ്ടും ജോയിൻ ചെയ്തിരിക്കുകയാണ് ഡോക്ടർ ഷിഫസ്, അവർ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ്, ഫോർ എക്സ്പ്ലൈനിങ് അബൌട്ട് ഹാർട്ട് ആൻഡ് ബിയോണ്ട് ദ ഹാർട്ട്. സോ വെൽക്കം ഡോക്ടർ, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ. ഡൗട്ട്സും ക്യൂരിയോസിറ്റി ഉള്ള ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ലേസർ ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ട്. ബൈപ്പാസ് എന്ന് പറയുന്ന സർജറിക്ക് പകരം വെക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണോ ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്നുള്ളത്? അത് എന്താണ്, അതിന്റെ ഡിഫറൻസ് എന്താണ്, അത് സിറ്റുവേഷനിൽ എങ്ങനെയാണ് യൂസ് ആക്കുന്നത് എന്നുള്ളത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ പറ്റും? ഇപ്പോൾ ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്നുള്ളത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയിലുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള ടെക്നിക്കാണ്. അപ്പോൾ ഒരു ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞ് ആൻജിയോഗ്രാമിന്റെ റിസൾട്ട് അനുസരിച്ച്, ബ്ലോക്കിന്റെ കാഠിന്യം അനുസരിച്ച്, അതൊരു ബ്ലോക്ക് ആണോ മൾട്ടിപ്പിൾ ബ്ലോക്ക് ആണോ മൊത്തം അടഞ്ഞിരിക്കും അങ്ങനെ പല കാര്യങ്ങളും വെച്ചിട്ട് ആയിരിക്കും ഡോക്ടർമാർ പറയുന്നത് ആ രോഗിക്ക് ഏത് ചികിത്സയാണ്, ബ്ലോക്ക് മാറ്റുന്ന ഏത് ചികിത്സയാണ് നല്ലതെന്നത്. ബ്ലോക്ക് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് 2 ചികിത്സയുള്ളൂ. ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്, അല്ലെങ്കിൽ ബൈപ്പാസ് ചികിത്സയുണ്ട്. അപ്പോൾ ചില രോഗികൾക്ക് നമുക്ക് ബ്ലോക്കിന്റെ കാഠിന്യം അനുസരിച്ച് ഡോക്ടർമാർ ഫസ്റ്റ് ഓപ്ഷൻ എന്ന നിലയ്ക്ക് ബൈപ്പാസ് ഓപ്പറേഷൻ പറയും. അപ്പോൾ ഇപ്പോൾ നമുക്ക് സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റിയെ പറ്റി എല്ലാ ആൾക്കാർക്ക് ഇപ്പോൾ കുറച്ച് അവയർനെസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്ത് രോഗികൾ ഇപ്പോൾ ആൻജിയോഗ്രാം ചെയ്തിട്ട് എൻ്റെ CD ആയിട്ട് വന്നിട്ട് പറയുന്നത്, സാർ എനിക്ക് ബൈപ്പാസ് ഓപ്പറേഷൻ വേണ്ട, അതിന് പകരം ലേസർ ആൻജിയോപ്ലാസ്റ്റി മതി, ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുന്നതിലുള്ള ചെറിയ വ്യത്യാസം കൊണ്ടാണ്. അപ്പം നമുക്ക് ആദ്യമേ മനസ്സിലാക്കുന്നതുകൊണ്ട് രോഗികളുടെ സൈഡിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് തന്നെ നമ്മൾ ആൻജിയോഗ്രാം കഴിഞ്ഞിട്ട് ഒരു ഡോക്ടർ ബൈപ്പാസ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഡോക്ടർ ബൈപ്പാസ് ഓപ്പറേഷൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ആൻജിയോപ്ലാസ്റ്റി അല്ല ബൈപ്പാസ് ഓപ്പറേഷൻ നല്ലതെന്ന് പറയുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. ചിലപ്പോൾ ബ്ലോക്കുകളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ബ്ലോക്ക് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി വെച്ച് മാറ്റാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു പ്രാവശ്യം സ്റ്റെൻഡിങ് ചെയ്ത രോഗിക്ക് വീണ്ടും അവിടെ സ്റ്റെൻഡ് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഡോക്ടർമാർ ബൈപ്പാസ് ഓപ്ഷൻ നിർദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് ആൻജിയോപ്ലാസ്റ്റിക്ക് പകരം ഡോക്ടർ ബൈപ്പാസ് നിർദ്ദേശിച്ചത്. ചിലപ്പോൾ ആ രോഗിക്ക് ബൈപ്പാസ് ആയിരിക്കും ഏറ്റവും നല്ല ചികിത്സ ചെയ്തത്, അതുകൊണ്ടായിരിക്കും ബൈപ്പാസ് പറഞ്ഞത്. ഇനി ബൈപ്പാസ് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ബൈപ്പാസിന് പകരം നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ആൻജിയോപ്ലാസ്റ്റി എന്നുള്ള പറഞ്ഞ ആ ചികിത്സ രീതിയിലുള്ള കുറേ ബുദ്ധിമുട്ടുന്ന കുറേ കണ്ടീഷൻ. പക്ഷേ നമുക്കറിയാമല്ലോ, നമുക്ക് ടെക്നോളജിയും സയൻസൊക്കെ അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് പണ്ടുണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ വളരെ ഈസി ആയിട്ടുണ്ട് ഇപ്പോൾ ടെക്നോളജി കൂടിയതനുസരിച്ച്. എന്ന് പറഞ്ഞ പോലെ തന്നെ പണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്ന പല ആൻജിയോപ്ലാസ്റ്റികളും നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. ഇപ്പോൾ കാൽഷ്യം ബ്ലോക്ക് മാറ്റുന്നുള്ള മാർഗങ്ങളുണ്ട്. നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയിലുള്ള മാർഗമാണ് നമുക്ക് ലേസർ ആൻജിയോപ്ലാസ്റ്റി. അപ്പോൾ നമ്മൾ ബൈപ്പാസിന് പകരം നമുക്ക് ബൈപ്പാസ് വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ആൻജിയോപ്ലാസ്റ്റി മതി എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റിയുടെ ഒരു കാര്യത്ത് വരുന്നുള്ളൂ. അതല്ലാതെ ബൈപ്പാസിന് പകരം ലേസർ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം എന്നല്ല. ഉദാഹരണത്തിന് നമുക്ക് ചില ബ്ലോക്കുകൾ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായിട്ട് പണ്ടത്തെ ടെക്നിക്സ് വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ള ബ്ലോക്കുകൾ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാതെ വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമുക്ക് ബൈപ്പാസിന് പോകാമെന്ന് പറയും. ചില രോഗികൾക്ക് അങ്ങനെ ആയിരിക്കത്തില്ല, ചില രോഗികൾക്ക് മൾട്ടിപ്പിൾ ബ്ലോക്കുകളായിരിക്കും, അതിൽ ബൈപ്പാസ് തന്നെയായിരിക്കും നല്ലത്. അപ്പൊ അങ്ങനത്തെ കേസുകൾക്ക് ബൈപ്പാസിനെ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിലും ബൈപ്പാസ് ആണെങ്കിലും അതിൽ തന്നെ കാഠിന്യം കുറഞ്ഞ പ്രൊസീജിയേഴ്സ് ഉണ്ട്, കോംപ്ലക്സിറ്റി ഉള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റി വഴി മാറ്റാൻ പറ്റുന്ന ബ്ലോക്കുകളേക്കാൾ ഈസി ആയിട്ട് ചിലപ്പോൾ സർജൻസിന് വളരെ ഈസി ആയിട്ട് ബൈപ്പാസ് വെച്ചാൽ ബ്ലോക്ക് മാറ്റാൻ പറ്റും. പല ആസ്പെക്റ്റും വെച്ചിട്ടാണ് നമ്മൾ ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചില സിറ്റുവേഷൻസിൽ നമുക്ക് പരാജയപ്പെടുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക്
അതിനെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയുള്ള ഒരു നൂതന ടെക്നോളജിയാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്ന് അല്ലാണ്ട് പറയുന്നത്. നമുക്ക് എല്ലാ ബൈപ്പാസ് സർജറിയും ലേസർ ആൻജിയോപ്ലാസ്റ്റിക്ക് പകരം വെക്കാൻ പറ്റില്ല. പറ്റുന്ന കാര്യമല്ല. ഒരു ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ പണ്ട് ഇപ്പം നമുക്കറിയാലോ ഒരുപാട് സ്റ്റെൻഡിങ് ഒക്കെ നടക്കുന്ന സിറ്റുവേഷൻ ആണല്ലോ. അപ്പം നമുക്ക് പണ്ട് വെച്ചിരിക്കുന്ന സ്റ്റെൻസിനകത്ത് വീണ്ടും ബ്ലോക്ക് വന്നുകൊണ്ടാണ് വീണ്ടും ബൈപ്പാസിന് പോകണമെന്ന് പറഞ്ഞിരിക്കട്ടെ. ഈ സ്റ്റെൻഡിനകത്ത് വരുന്ന ബ്ലോക്ക് വീണ്ടും മാറ്റുന്നതിനുള്ള ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ലേസർ ആൻജിയോപ്ലാസ്റ്റിയാണ്. കാരണം നമുക്ക് ഈ സ്റ്റെൻഡിനകത്തുള്ള ആ ബ്ലോക്ക് വന്നിരിക്കുന്ന ആ ഒരു ബ്ലോക്കുകൾ നമുക്ക് കുറച്ച് ബാഷ്പീകരിച്ചെല്ലാം കളയുവാണെങ്കിൽ നമുക്ക് വീണ്ടും അവിടെ സ്റ്റെൻഡ് വെക്കാതെ ഡ്രഗ് കോട്ട ബലൂൺ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ അപ്പം നമുക്കത് ഓരോ രോഗിക്കും വ്യത്യാസമുണ്ട്. ഓരോ രോഗിയുടെ ബ്ലോക്കുകൾ നോക്കിയതിന് ശേഷമാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇതിന് ഏതാണ് നല്ലതെന്ന്. അപ്പോൾ അതിലുള്ള ഒരു നൂതന ടെക്നോളജിയാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റി. ലേസർ ആൻജിയോപ്ലാസ്റ്റിയിലും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലാണ് ബൈപ്പാസ് സർജറിയിലോട്ടേക്ക് പോകുന്നത്. അതായത് ലേസർ ആൻജിയോപ്ലാസ്റ്റി വെച്ചാൽ അതിനേക്കാളും നല്ല റിസൾട്ട് നമുക്ക് ചിലപ്പോൾ ബൈപ്പാസിലേക്ക് കിട്ടും. കാരണം ബൈപ്പാസിൽ രോഗിയുടെ തന്നെ രക്തക്കൊള്ള വെച്ചിട്ടാണ് മാറ്റുന്നത്. അതെ അതെ. ലേസർ ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിലും നമ്മുടെ എന്താണെങ്കിലും നമ്മൾ സ്റ്റെൻസ് വെച്ചിട്ടാണ് മാറ്റുന്നത്. പിന്നെ വേറെ ഒരു സംശയമുള്ളതാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുവാണെങ്കിൽ നമുക്ക് വീണ്ടും സ്റ്റെൻറ്റ് വെക്കേണ്ടല്ലോ എന്നുള്ളൊരു കാര്യം. എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആവണമെന്നില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ സ്റ്റെൻറ്റിനകത്ത് തന്നെ ഒരു ബ്ലോക്ക് വന്നിട്ട് നമ്മൾ ലേസർ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇത് ചെയ്യേണ്ടി വരത്തില്ല. ചെറിയ രക്തക്കൊള്ളുകളാണെങ്കിൽ നമുക്ക് സ്റ്റെൻറ്റ് വെക്കേണ്ടി വരത്തില്ല. പക്ഷേ എല്ലാ രോഗികൾക്കും ലേസർ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു വിചാരിച്ചത് സ്റ്റെൻറ്റ് ചെയ്യാതിരിക്കാൻ പറ്റണമെന്നില്ല. ചില രോഗികൾക്ക് സ്റ്റെൻറ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സ്റ്റെൻറ്റിനെ പറ്റി സാറ് പറഞ്ഞു. സ്റ്റെൻറ്റിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുകൾ. ഇപ്പോൾ ഇടയ്ക്കൊരു വീഡിയോയും ഇടയ്ക്ക് ഒരു വൈറലായിട്ടുണ്ടായിരുന്നു. അത് വാറണ്ടിയെ പറ്റി. അതായത് വാറണ്ടി ഉള്ള സ്റ്റെൻറ്റ് അവൈലബിൾ ആണ്, ഇല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിംസ്, അങ്ങനത്തെ ഒരു വീഡിയോ എവിടെയോ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് കാലഘട്ടമായിട്ട് ഇപ്പൊ നമുക്ക് രോഗികൾ ഇപ്പൊ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ രോഗികളുടെ ബന്ധുക്കൾ വന്നിട്ട് നമ്മൾ ചോദിക്കും, സാറേ വാറണ്ടി ഉള്ള സ്റ്റെൻറ്റ് ഇടണം അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉള്ള സ്റ്റെൻറ്റ് ഇടണം എന്ന് പറഞ്ഞ് പലപ്പോഴും ഒരു കാര്യം വന്ന് പറയുന്നുണ്ട്. അത് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് എന്തോ ഒരു ചാനലിൽ അങ്ങനെ ഒരു ന്യൂസ് വന്നായിരുന്നു. അതിനുശേഷമാണ് ഈ വാറണ്ടി ഉള്ള സ്റ്റെൻറ്റ് എന്ന് പറയുന്നത്. കുറെ നാൾക്ക് മുമ്പ് ചില കമ്പനിക്കാർ നമുക്ക് ഈ സ്റ്റെൻറ്റിന് ഒരു വാറണ്ടി അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പറയുന്നുണ്ട്. അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനകത്ത് ഈ സ്റ്റെൻറ്റിൽ വീണ്ടും ബ്ലോക്ക് വരുവാണെങ്കിൽ അവർ ആ സ്റ്റെൻറ്റ് ഫ്രീ ആയിട്ട് തരും, അല്ലെങ്കിൽ ആ സ്റ്റെൻറ്റിനുള്ള ചികിത്സ അവർ ഫ്രീ ആയിട്ട് കൊടുക്കും എന്നുള്ളതായിരുന്നു ആ ഒരു സ്റ്റെൻറ്റ് റീപ്ലേസ് ചെയ്യുന്നുള്ളത്. നമുക്ക് വീണ്ടും സ്റ്റെൻറ്റ് ഇടേണ്ടി വരുവാണെങ്കിൽ ആ സ്റ്റെൻറ്റ് അവർ ഫ്രീ ആയിട്ട് തരും. അല്ലെങ്കിൽ എക്സാക്ട്ലി ആ കറക്റ്റ് അതിന്റെ വേഡിങ് സ്റ്റൈനും പണ്ടത് ഓർക്കുന്നില്ല. പക്ഷേ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണം നമുക്ക് എന്ത് സാധനം മേടിക്കുമ്പോൾ നമുക്ക് വാറണ്ടി ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ മേടിച്ച വാറണ്ടി ഉണ്ട്, TV മേടിച്ച വാറണ്ടി ഉണ്ട്. പക്ഷേ ഞാനൊരു മൊബൈൽ ഫോൺ മേടിച്ച് വാറണ്ടി ഉണ്ടെന്നും പറഞ്ഞാൽ അതിനെ എറിഞ്ഞ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കത് വാറണ്ടി തരാൻ പറയാൻ പറ്റത്തില്ല. എന്ന് പറയുന്ന പോലെ ഈ സ്റ്റെൻറ്റിനകത്തുള്ള ഒരു പ്രോബ്ലം വരുന്നതിന് പല കാരണങ്ങളുണ്ട്. അത് നമ്മൾ പ്രൊസീജിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുറേ പേഷ്യൻ്റ് റിലേറ്റഡ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റെൻറ്റ് വെച്ചതിന് ശേഷം രോഗി മരുന്ന് കഴിക്കുന്നില്ലായിരുന്നു, രോഗിയുടെ കൊളസ്ട്രോൾ കൺട്രോൾ അല്ലായിരുന്നു, രോഗിയുടെ ഷുഗർ കൺട്രോൾ അല്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ കൊണ്ടാണ് വീണ്ടും ബ്ലോക്ക് വന്നെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റെൻറ്റ് ഉണ്ടാവും തരുമെന്ന് വെച്ചാൽ കമ്പനിക്കാർ ചിലപ്പോൾ സമ്മതിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇപ്പോൾ അഷ്വർ ചെയ്യാൻ പറ്റുന്നുള്ളതല്ല. നമുക്ക് ചെയ്യുന്ന പ്രൊസീജിയർ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് നമുക്കുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റെൻസ് വളരെ നല്ലതാണ്. അതിൻ്റെ എല്ലാ ടെക്നിക്കൽ ആസ്പെക്ട്സും വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇമേജ് ഗൈഡഡ് ആയിട്ട് IVAS OCT വെച്ച കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ സ്റ്റെൻറ്റിങ് ടെക്നോളജിയും സ്റ്റെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സും നമുക്ക് ഭയങ്കരമായിട്ട് റിഫൈൻ ചെയ്ത് ഭയങ്കര ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതൊരു നല്ല മരുന്നുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് ശേഷം നമുക്കത് എങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്യാൻ പറ്റും? പേഷ്യൻസ് മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. മാത്രമല്ല പണ്ട് സ്റ്റെൻസിൻ്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരുന്നു. നമുക്ക് 1 lakhനൊക്കെ മുകളിലോട്ട് സ്റ്റെൻസിൻ്റെ കോസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റെൻസിൻ്റെ കോസ്റ്റ് ഒക്കെ വളരെ കുറഞ്ഞ് 42,000 rupees മാക്സിമം സ്റ്റെൻസിന് വിലയുള്ളൂ. അതുപോലെ സ്റ്റെൻസിന് നമ്മൾ വാറണ്ടിയോ ഇൻഷുറൻസിനേക്കാൾ ഉപരി നമ്മൾ ഇതിനുള്ള FD അപ്രൂവൽ, CE മാർക്ക് അല്ലെങ്കിൽ DCD അപ്രൂവൽ, അങ്ങനെ പല കാര്യങ്ങൾ വെച്ചുള്ള അങ്ങനത്തെ സ്റ്റെൻസ് മാത്രമേ നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ സ്റ്റെൻസിന് ഓൾറെഡി അതിന്റെ ക്വാളിറ്റീസ് ഓൾറെഡി ക്വാളിറ്റീസ് അഷ്വേർഡ്. അല്ലാണ്ട് നമുക്ക് വെറുതെ എടുക്കുന്ന പോലത്തെ സ്റ്റെൻസ് അല്ല ഉപയോഗിക്കുന്നത്. എല്ലാം മാത്രമല്ല, ഈ സ്റ്റെൻസ് എല്ലാം പലതും ഈ സർട്ടിഫിക്കേഷന് വേണ്ടി ഒരുപാട് ട്രയൽസും പഠനങ്ങളും നടത്തിയതിന് ശേഷം മാത്രമേ മാർക്കറ്റ് വരത്തുള്ളൂ. അപ്പോൾ അത് തന്നെ അതിൻ്റെ ഒരു വാറണ്ടിയാണ്. പിന്നെ ഇതിൽ വീണ്ടും ബ്ലോക്ക് വരുന്നതിൻ്റെ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. അതിൽ പേഷ്യൻ്റ് റിലേറ്റഡ് കാര്യങ്ങളും ഉണ്ട്, പ്രൊസീജിയറായിട്ട് കാര്യങ്ങൾ ഫോളോ അപ്പ് കറക്റ്റായിട്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഒരു ഇൻഷുറൻസ് വാറണ്ടി എന്താണ് പേഷ്യൻ്റ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പം നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് സ്റ്റെൻറ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സ്റ്റെൻറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്നെല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ യൂഷ്വലി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റെൻസ് എല്ലാം വെച്ചാൽ അതിന് വീണ്ടും ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഒരു 5% താഴെയാണ്. പക്ഷേ ചിലപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ട് പ്രൊസീജിയർ, വളരെ നീട്ടം കൂടിയ സ്റ്റെൻറ്റ്സ് ഇട്ടിട്ടുണ്ട്, ബ്രാഞ്ചിങ് ഏരിയയിലേക്കാണ് സ്റ്റെൻറ്റ് ഇട്ടിരിക്കുന്നത്, കാൽഷ്യമുള്ള ഏരിയ, വളരെ കോംപ്ലക്സിറ്റി കൂടുന്തോറും ഈ 5% താഴെ എന്നുള്ളത് ചിലപ്പോൾ ഒരു 10%, 15%. അതായത് 100 പേർക്ക് ചെയ്ത ഒരു 15% ആൾക്കാർക്ക് ചിലപ്പോൾ വീണ്ടും ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്കിപ്പോൾ ഉറപ്പിച്ച് വരില്ല എന്ന് പറയാൻ അങ്ങനെ നമുക്ക് പറ്റത്തില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ വാറണ്ടി എന്ന് ഈ രോഗി ചിലപ്പോൾ വീഡിയോ കേട്ടിട്ട് ജസ്റ്റ് ഒന്ന് പറയുന്നതായിരിക്കും. എന്താണെന്ന് അവർക്ക് എൻ്റെ കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാവാത്തതുകൊണ്ട് പറയുന്നതായിരിക്കും. ബിയോണ്ട് ദ ഹാർട്ട്, അതായത് നമുക്ക് ഇപ്പം എല്ലാം നമ്മൾ ഹാർട്ടിൽ ആൻജിയോപ്ലാസ്റ്റി എല്ലാം യൂഷ്വലി ഹാർട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. നമുക്ക് അല്ലാണ്ട് ബാക്കിയുള്ള അവയവം ഇപ്പം ഫോർ എക്സാമ്പിൾ കാലിൽ പെയിൻ, നടക്കുമ്പോൾ പെയിൻ വരാറുണ്ട്, ഓടുമ്പോൾ പെയിൻ വരാറുണ്ട്, എന്നിട്ട് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമ്പോൾ പെയിൻ മാറും, അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് വരാറുണ്ട്. അപ്പം ഇത് എന്തെങ്കിലും റിലേറ്റഡ്, നമ്മളെ ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ക്ലോട്ടിങ് അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആണോ, ഹാർട്ട് റിലേറ്റഡ് ആണോ, ഇത് എങ്ങനെയാണ് നമുക്ക് ഇത് ഇന്റർവെൻഷൻസ്, എന്തെങ്കിലും പുതിയ ടെക്നോളജീസ് വഴി നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നമുക്ക് രക്തക്കുഴലിനകത്തുള്ള ബ്ലോക്ക് മാറ്റം ചികിത്സയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് എല്ലാ അവയവങ്ങളിലേക്കും ബ്ലഡ് പോകുന്നുണ്ട്. ഈ ഏത് അവയവത്തിലേക്ക് എങ്ങോട്ട് പോകുന്ന രക്തക്കുഴൽ നമുക്ക് ബ്ലോക്ക് വന്നാലും നമുക്ക് ആൻജിയോപ്ലാസ്റ്റി വെച്ച് നമുക്ക് മാറ്റാൻ പറ്റും. അതെ, പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ ഹാർട്ടിന്റെ ബ്ലോക്ക് പോലെ തന്നെ നമുക്കറിയാലോ, ഇപ്പോൾ തലയിലേക്ക് ബ്ലോക്ക് വരുമ്പോഴാണ് സ്ട്രോക്ക് വരുന്നത്, ഹാർട്ടിലായിട്ട് ബ്ലോക്ക് വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത് എന്ന് പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ആസ്പെക്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാലിലേക്കുള്ള രക്തോട്ടം കുറയുന്നത്. നമുക്ക് പലപ്പോഴും കാല് മുറിച്ച് മാറ്റുന്ന കാര്യങ്ങൾ, ചില ആൾക്കാർ വിരലായിരിക്കും മുറിച്ച് മാറ്റുന്നത്, ചിലപ്പോൾ മുട്ടിന് താഴെ ആയിരിക്കും മുറിച്ച് മാറ്റുന്നത്, ചിലപ്പോൾ മുട്ടിന് മുകളിലായിരിക്കും മുറിച്ച് മാറ്റുന്നത്. അതെല്ലാം പെട്ടെന്ന് രക്തോട്ടം കുറഞ്ഞു പോയിട്ട് അവിടുത്തെ ഈ ഹാർട്ടിന് അറ്റാക്ക് വരുന്നത് നമുക്ക് ലെഗ് അറ്റാക്ക് എന്ന് പറയാം. അത് തിരിച്ചറിയുന്നില്ല. കാരണം നമുക്ക് അതിന്റെ സിംറ്റംസ് നമുക്ക് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ അറിയുന്നത് തന്നെ വളരെ വൈകിട്ടാണ്. അപ്പൊ യൂഷ്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉള്ള രോഗികളാണ്, അല്ലെങ്കിൽ ഒരുപാട് പുകയൊക്കെ വലിക്കുന്ന രോഗികളാണെന്നുണ്ടെങ്കിൽ ഈ ഹാർട്ടിനകത്തെല്ലാം ബ്ലോക്ക് വരുന്ന പോലെ തന്നെ കാലിലേക്കുള്ള രക്തക്കൊള്ളുകളിലും ബ്ലോക്ക് വരും. അപ്പൊ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് തുടക്കം ചിലപ്പോൾ നമുക്ക് നടക്കുമ്പോൾ വരുന്ന ഒരു അസ്വസ്ഥതയായിരിക്കും. നമുക്ക് നടന്ന് കുറച്ചാണ് ചെല്ലുമ്പോൾ നമുക്ക് നിൽക്കാൻ തോന്നും, നമുക്ക് കാലിലെ മസിലിലേക്ക് ഒരു പിടുത്തം വന്ന് നിൽക്കാൻ തോന്നും. അത് ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ മാറും. വീണ്ടും നടക്കുമ്പോൾ ഇപ്പൊ ഇന്ന് നെഞ്ചിൽ വേന വരുന്ന പോലെ തന്നെ നടക്കുമ്പോൾ നമുക്ക് നെഞ്ചിൽ വേന വരുന്ന അഞ്ചേന എന്ന് പറയുമല്ലോ, എന്ന് പറയുന്ന പോലെ കാലിൽ നടക്കുമ്പോൾ വേന വരുന്നത് നമ്മൾ ക്ലോഡിക്കേഷൻ എന്നാ പറയുന്നത്, നമ്മൾ ഇന്റർമിറ്റന്റ് ക്ലോഡിക്കേഷൻ എന്ന് പറയും. നടന്ന് കുറച്ചാണ്ട് ചെല്ലുമ്പോൾ നമുക്ക് അത് ഏത് ഭാഗത്താണ് നമുക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ താഴത്തേക്കുള്ള ഭാഗത്തേക്ക് നമുക്ക് വേദന ഫീൽ ചെയ്യും. അത് പിന്നെ ആ ബ്ലോക്കിന്റെ ഇത് കൂടി വരുന്നതിനനുസരിച്ച് നമുക്ക് ആ നടക്കുന്ന ഡിസ്റ്റൻസ് നമുക്ക് ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസ് പറയും. ഇപ്പൊ പണ്ട് നമുക്ക് 1 കിലോമീറ്റർ നടക്കുമ്പോഴാണ് വേന വരുന്നതെങ്കിൽ അത് കൂടുമ്പോൾ ചിലപ്പോൾ 100 മീറ്റർ നടക്കുമ്പോൾ തന്നെ വേന വരും. അപ്പൊ അങ്ങനെ അതായിരിക്കും നമുക്ക് ഇനീഷ്യൽ സിംറ്റംസ് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഉദാഹരണത്തിന് മുട്ടിന് മുകളിലുള്ള ഭാഗത്താണ് ഏറ്റവും ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കുമ്പോൾ മുട്ടിന് താഴത്തേക്കായിരിക്കും വേന വരുന്നത്. ഇനിയിപ്പോൾ മഹാധമനി വന്ന് വയറിനകത്ത് തന്നെ ഒരു ബ്ലോക്ക് വന്നിരിക്കട്ടെ, അപ്പൊ അതിന് താഴത്തെ അപ്പൊ നമുക്ക് നടക്കുമ്പോൾ നമ്മുടെ ബട്ടക്സ് മുതൽ താഴത്തുള്ള ഭാഗത്തേക്ക് നമുക്ക് വേന വരും. അപ്പൊ അങ്ങനെ അത് നടക്കുമ്പോഴാണ് ഒരു എഫേർട്ട് വരുമ്പോഴായിരിക്കും, ബ്ലഡ് കിട്ടാതെ വരുമ്പോഴായിരിക്കും മസിലിൽ പെയിൻ വരുന്നത്. ഒന്ന് റെസ്റ്റ് എടുത്ത് ബ്ലഡ് കിട്ടുമ്പോൾ നമുക്ക് വേന മാറും. അപ്പൊ ഇത് നമുക്ക് ഒരു ക്ലോഡിക്കേഷൻ സിംറ്റംസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. 2-3 കാര്യമുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഹാർട്ടിന്റെ ബ്ലോക്കും ഇത് റിലേറ്റഡ് ആണ്. ഇപ്പൊ ഈ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട് 50% ആൾക്കാർക്ക് കാലിന് ബ്ലോക്ക് കാണും. അപ്പൊ കാര്യം ഇതെല്ലാം രക്തക്കുഴലിലെല്ലാം ബ്ലോക്കിന്റെ മെക്കാനിസം ഒന്നും തന്നെയുള്ള എല്ലാം എവിടെയാണെങ്കിലും നമുക്ക് കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ വന്നിട്ടാണ് ബ്ലോക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സിംറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു സൂചനയാണ് ആ ഭാഗത്തേക്കുള്ള രക്തോട്ടത്തിന് കുറവുണ്ട്. അത് വീണ്ടും കൂടി അല്ലെങ്കിൽ അത് പെട്ടെന്ന് ബ്ലോക്ക് ആയി വരുമ്പോഴാണ് നമുക്ക് കാലിൽ പെട്ടെന്ന് ഒരു നീല കളർ വരുന്നത്, കറുത്ത കളർ വരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഓൾറെഡി രക്തോട്ടം പോയി, അവിടുത്തെ കോശങ്ങൾ നശിച്ചു പോയി. ചിലപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പ്രത്യേകിച്ച് ഡയബറ്റിക് ഉള്ള രോഗികൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു മുറിവ് വരും, അറിയത്തില്ല, അത് വലുതാകും, വിരൽ മുറിക്കേണ്ടി കാല് മുറിക്കുന്നൊക്കെ കേൾക്കാറുണ്ട്. അതെ, അത് മാത്രമല്ല ഈ മുറിവ് ഉണങ്ങത്തില്ല. സാധാരണ നമുക്കറിയാലോ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചക്കകത്തൊക്കെ ഉണങ്ങും. പക്ഷെ ചിലർക്ക് ഈ മുറിവ് വന്നാൽ 1 മാസം 2 മാസം 3 മാസമൊക്കെ ഇങ്ങനെ പോകാം, മുറിവിന്റെ ഇത് കൂടി വരും. ഇങ്ങനെയുള്ള രോഗികൾക്കൊക്കെ പ്രത്യേകിച്ച് നമുക്ക് താഴത്തേക്ക് രക്തോട്ടം കുറവാണെന്ന് നോക്കണം. അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഒന്ന് നമുക്ക് ഈ സിംറ്റംസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഏകദേശം ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഡോപ്ലർ സ്റ്റഡി ഉണ്ട്. നമുക്ക് കാലിന്റെ അത് വെയിനാണെങ്കിലും ആർട്ടറിക്കാണെങ്കിലും ഡോപ്ലർ അൾട്രാസൗണ്ട് പോലത്തെ സ്കാനാണ്. ഈസിയസ്റ്റ് ആയിട്ട് മെത്തേഡ്. നമുക്ക് റേഡിയോളജി പോയി കഴിഞ്ഞാൽ ആ ഡോപ്ലർ സ്കാൻ നോക്കി കഴിഞ്ഞാൽ താഴത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറവാണോ ഇല്ലെന്ന് അറിയാൻ പറ്റും. ഇനി അത് കുറവാണെന്നൊരു സംശയം നമുക്ക് തോന്നുവാണ്, ഇനി അതിനു മുമ്പ് നമുക്ക് പരിശോധിച്ച് നോക്കാം. നമുക്ക് കാലിൽ നമ്മൾ ഹൃദയടിപ്പ് പൾസ് നോക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ കാലിന്റെ പൾസ് നമുക്ക് നോക്കുമ്പോൾ അവിടെ ഇടിപ്പ് കിട്ടത്തില്ല. അത് ക്ലിനിക്കലി പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഡോപ്ലർ ടെസ്റ്റ് നോക്കാൻ പറ്റും. ഇപ്പോൾ ഡോപ്ലർ ടെസ്റ്റ് നോക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നുവാണ് അങ്ങോട്ട് രക്തോട്ടം കുറവാണ്. പിന്നെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻജിയോഗ്രാം ടെസ്റ്റ് ആണ്. അത് തന്നെ നമുക്ക് ഈ നമ്മൾ സാധാരണ ഹാർട്ടിന് ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ തന്നെ ഇൻവേസീവ് ആയിട്ടും ചെയ്യാം. അതല്ലെങ്കിൽ CT ആൻജിയോഗ്രാം ഉണ്ട്. CT കൊറോണറി അല്ല, CT പെരിഫറൽ ആൻജിയോഗ്രാം. നമ്മൾ സാധാ CT സ്കാൻ. അത് നമുക്ക് മരുന്ന് കുത്തി വെച്ചിട്ട് CT സ്കാൻ എടുക്കുമ്പോൾ ഈ മഹാധമനി മുതൽ കാലിലേക്ക് 2 കാലിലേക്കുള്ള ഡൈ ഇഞ്ചെക്ട് ചെയ്ത് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ രക്തക്കുഴലിനകത്ത് എവിടെയാണ് ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഈ ബ്ലോക്ക് നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ ടൈറ്റ് ബ്ലോക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ടിന്റെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ തന്നെ ഈ സെയിം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ കാലിന്റെ ബ്ലോക്ക് നമുക്ക് മാറ്റാം.
ഈ സിംറ്റംസ് മാറും. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളിപ്പോൾ ഈ മുറിവ് ഉണങ്ങാത്തൊരു മുറിവായിട്ട് ഒരാൾ വരുന്നുണ്ടെങ്കിൽ ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹീലാവും, മുറിവ് ഹീലാവും. അതുപോലെ നമുക്ക് ചിലപ്പോൾ കാല് മുറിക്കേണ്ട ആവശ്യം മുറിക്കേണ്ട പോലും ആവശ്യം വരുന്നില്ല. വരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരുപാട് റെക്കഗ്നൈസ് ചെയ്യാത്തൊരു കാര്യമാണ്. അതെ അതെ ഡെഫിനറ്റ്ലി. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമുക്കൊരു ഇറിവേഴ്സിബിൾ സ്റ്റേജ് ആയി കഴിയുമ്പോഴായിരിക്കും പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് എത്തുന്നത്. അതെ അതെ ഇത് ആദ്യമേ നമ്മൾ കണ്ടുപിടിച്ച് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് നമ്മൾ മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ മുറിവും പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഈ മുറിച്ച് മാറ്റുന്ന പ്രശ്നങ്ങൾ വരത്തില്ല. ഈ മുറിവിൽ നിന്നും ഇൻഫെക്ഷൻ ഒക്കെ കയറി സെപ്സിസ് ഒക്കെ വന്ന് നമുക്ക് ജീവനെ അപകടം ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അത് പക്ഷെ Prevent ചെയ്യാൻ നമുക്ക് പറ്റും. അതെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സിംറ്റംസ് എല്ലാം റെക്കഗ്നൈസ് ചെയ്ത് നമ്മളത് ഈ ഡോപ്ലർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റാണ്. ഏത് സ്കാൻ സെന്ററിലും നമുക്ക് അൾട്രാസൗണ്ട് മെഷീനകത്ത് ചെയ്യാവുന്ന ടെസ്റ്റാണ് ഡോപ്ലർ. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മളത് റെക്കഗ്നൈസ് ചെയ്യാതെ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ അടുത്ത് വരുമ്പോഴേക്കും ഓൾറെഡി ആ ടിഷ്യൂ ഒക്കെ ലോസ് ആയി. പിന്നെ നമ്മളിപ്പോൾ ഒരു ബ്ലോക്ക് മാറ്റിയാലും പിന്നെ വലിയൊരു ഇഫക്റ്റ് കിട്ടാത്ത രീതിയിലുള്ള സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. ബ്ലോക്ക് മാറ്റി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി എല്ലാവർക്കും ഇത് ക്യൂർ ആയി, സിംറ്റംസ് എല്ലാം മാറി കംപ്ലീറ്റ് ക്യൂർ ആവുമെന്നാണോ സാർ പറയുന്നത്? അത് നമ്മൾ കണ്ടുപിടിക്കുന്ന സ്റ്റേജ് പോലെ. ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമുക്ക് രക്തോട്ടം നിലച്ച് പോയിട്ട് ഓൾറെഡി കോശങ്ങൾ അത് നശിച്ചു പോയി. നമ്മൾ ഗാംഗ്രീൻ എന്ന് പറയും. ഒരു ഫുൾ ഗാംഗ്രീൻ ആയതിനു ശേഷം നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അങ്ങനത്തെ സിറ്റുവേഷൻ എല്ലാം ചിലപ്പോൾ നമുക്ക് ആ ആംബ്യൂട്ടേഷൻ, കാൽ മുറിച്ച് മാറ്റുന്നതിന്റെ ആ എക്സ്റ്റൻഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരുപക്ഷെ മുട്ടിന്റെ മുകളിലോട്ട് മുറിക്കേണ്ടല്ലോ മുട്ടിന് താഴ്ത്താക്കാൻ പറ്റും, അല്ലെങ്കിൽ കാലിന്റെ അറ്റത്ത് മാത്രം ആക്കാൻ പറ്റും, അങ്ങനെ ആക്കാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ 100% ഉറപ്പുള്ള കാര്യം മാത്രമല്ല നോക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഡിസ്ട്രക്ഷൻ ഈസ് ഈസിയർ ദാൻ ക്രിയേഷൻ എന്നല്ലേ. നമുക്ക് കാല് മുറിച്ച് മാറ്റാൻ എളുപ്പമാണ്, പക്ഷെ വീണ്ടും അതിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈവൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈവൻ ഒരു 10% ചാൻസ് ആണെങ്കിൽ പോലും നമ്മൾ എടുക്കണമെന്നാണ് എൻ്റെ ഒരു പോളിസി. കാരണം നമ്മൾ 100% നോക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു ചാൻസ് കൊടുത്തിട്ട് ആ ബ്ലോക്ക് മാറ്റിയിട്ട് രക്തോട്ടമൊക്കെ വന്ന് ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ ഈവൻ ചിലപ്പോൾ നമുക്കൊരു മറ്റേ ഫുള്ള് കാലം മുറിച്ച് മാറ്റാതെ ചിലപ്പോൾ കാലത്തിന്റെ 2 വിരലോ മാത്രമായിട്ട് ചിലപ്പോൾ നിർത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ 100% ക്യൂറായിട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുക. കാരണം മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പിന്നെ ഓപ്ഷൻ ഇല്ല, അത് മുറിച്ച് മാറ്റി കഴിഞ്ഞ തന്നെ. അപ്പൊ ഇതിൽ നമ്മൾ ഈവൻ 5% 10% ചാൻസ് ആണെങ്കിൽ പോലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു കാര്യം. കാരണം കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയിലുള്ള ഏത് അവയവമുള്ളൂ അങ്ങനെയാണ്. നമ്മൾ അത് എടുത്ത് കളയുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇല്ലാതാവുമ്പോഴേ നമുക്ക് അതിന് ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെയാണ് അതാണ്. അതുകൊണ്ട് നമുക്ക് 100% ഉള്ളതല്ല, നമ്മൾ പറ്റുന്നത് നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് നല്ലോണം റിസൾട്ട് കിട്ടും. അതെ, നമ്മൾ പുതിയ ശരിക്കും ടെക്നോളജീസ് വരുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. മാക്സിമം സേവ് നമ്മുടെ മോബിലിറ്റീസ് കുറയ്ക്കാന്നുള്ളതാണ്, നമ്മുടെ സഫറിങ്സ് കുറയ്ക്കാന്നുള്ളതാണ്. അതുപോലെ തന്നെ പണ്ടെല്ലാം തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇതിന്റെ എല്ലാം നമുക്ക് പണ്ട് സർജറീസ് ആയിരുന്നു, ഓപ്ഷൻസ് ഇല്ല, കട്ട് ചെയ്ത് കളയുക. ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്കത് റെക്കഗ്നൈസ് ചെയ്ത് അവയർനെസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് എന്റെ കാര്യം. ഈ കാലിന്റെ പെയിൻ സാർ ഇപ്പൊ ക്ലോഡിക്കേഷൻ എന്ന് പറഞ്ഞു. അപ്പം ഇതുപോലെ ഈ വെരിക്കോസ് പെയിനും ഇതും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? സെയിം ആണോ അതോ ഡിഫറൻസ് ആണോ? സിംറ്റംസ് എങ്ങനെയാണ് ഇതിന്റെ? സിംറ്റംസ് ചിലപ്പോൾ രണ്ടിലും ഒരുപോലെ വരാം. നടക്കുമ്പോഴുള്ള കഴപ്പം, അതുപോലെ കാലിലെ അൾസർ വരുന്നതെല്ലാം നമുക്ക് ഈ പറഞ്ഞ വെരിക്കോസ് വെയിനും പറയാം. പക്ഷേ രണ്ട് തരത്തിലുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ആർട്ടറീസിന്റെ ധമനിയിലുള്ള ബ്ലോക്കുകളാണ്. വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ വെയിനാണ്, സിരകളാണ്. അതായത് പുറത്ത് താഴത്തേക്ക് വരുന്ന ബ്ലഡ് തിരിച്ച് ഹാർട്ടിലോട്ട് പോകുന്ന രക്തക്കൊള്ളാണ് വെയിൻ എന്ന് പറയുന്നത്. കാലിലെ വെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരത്തിലുണ്ട്. നമുക്ക് കാലിനകത്ത് മസിലിനൊക്കെ അകത്തിരിക്കുന്ന ഡീപ്പ് വെയിൻസ് ഉണ്ട്, പിന്നെ പുറത്ത് നമ്മൾ കാണുന്ന സൂപ്പർഷ്യൽ വെയിൻസ് ഉണ്ട്. ഈ സൂപ്പർഷ്യൽ വെയിൻസിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെയിൻസിൽ സാധാരണ രീതിയിൽ കുറച്ച് വാൽവുകളുണ്ട്. വാൽവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ബ്ലഡ് ഒരു ഡയറക്ഷനിലോട്ട് പോകാൻ വേണ്ടിയാണ്. ഈ വാൽവുകൾ പലപ്പോൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ബ്ലഡ് അവിടെ ഈ വെയിൻ വലുതായിട്ട് അവിടെ ടോർച്ചസ് ആയിട്ട് ചുരുണ്ടുകൂടി അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അതിലും നമ്മൾ ഈ പറഞ്ഞ നമുക്ക് നടക്കുമ്പോൾ കഴപ്പ് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിൽക്കുമ്പോൾ രാത്രി കിടക്കുമ്പോൾ ഭയങ്കര കലകഴിച്ചില്ല, കളർ വ്യത്യാസം വരാം, നീര് വരാം. പിന്നെ ഈ വീനസ് അൾസർ എന്ന് പറഞ്ഞാൽ വെരിക്കോസ് അൾസർ എന്ന് പറഞ്ഞ് നമ്മുടെ മറ്റേ ഉണങ്ങാത്തൊരു മുറിവ് വരാം. അങ്ങനെ പല പല കാരണങ്ങളും നമ്മൾ വെരിക്കോസ് വെയിൻ വെച്ച് വരും. അത് വെയിനിലുള്ള വെരിക്കോസ് വെയിൻസിന്റെ കുറെ പ്രശ്നങ്ങളാണ് അതിൻ്റെ വരുന്നത്. അതിന്റെ ചികിത്സ എന്ന് പറയുമ്പോൾ ആ വെയിൻ അടയ്ക്കുക എന്നുള്ളതാണ്. അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കിത് ആർട്ടറി കണ്ടുപിടിക്കാൻ വേണ്ടി ഡോപ്ലർ സ്കാൻ ചെയ്യുന്ന പോലെ അത് ആർട്ടറിയുടെ ഡോപ്ലർ സ്കാൻ ചെയ്യുന്നു. ഇത് സെയിം സാധനം തന്നെ, പക്ഷേ ഇത് വെയിന്റെ ഡോപ്ലർ സ്കാൻ ചെയ്യണം. വെയിന്റെ ഡോപ്ലർ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും എന്താ പ്രോബ്ലം എന്ന്. ഇത് ഡീപ്പ് വെയിനുള്ള പ്രോബ്ലം ആണോ, ഇപ്പൊ സൂപ്പർഫിഷ്യൽ വെയിനുള്ള പ്രോബ്ലം ആണോ, ഈ വാൽവിന്റെ പ്രോബ്ലം ആണോ, അത് വെച്ചിട്ടാണ് ഈ വെയിന്റെ ചികിത്സ തീരുമാനിക്കുന്നത്. അത് തന്നെ നമുക്ക് പലതരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. നമുക്ക് സർജറി ഉണ്ട്, ലേസർ ചികിത്സ. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും സിംറ്റംസ് വെച്ച്. മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് വെയിൻ തെളിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ അവർക്ക് പലപ്പോഴും സംശയങ്ങൾ വരാം. അതിന്റെ ഏർലി സ്റ്റേജിൽ തന്നെ ചിലപ്പോൾ മനസ്സിലാക്കാം. അതും ഡോക്ടർ ചെയ്ത് മനസ്സിലാവും. അതിനുശേഷം നമുക്ക് തീരുമാനിക്കണം നമുക്ക് ഇതിനകത്ത് ഏത് ചികിത്സാ രീതി വേണമെന്നുള്ളത് ഡോക്ടർ കണ്ടെത്തി. നമ്മൾ ആ ഡോക്ടറിനെ ചെന്ന് കാണിച്ചാൽ അവര് കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. കാരണം ഇതിന്റെ എല്ലാത്തിലും ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ടൈം ഇമ്പോർട്ടന്റ് ആണ്. ഒരു ലേറ്റ് ഒരു സ്റ്റേജ് ആയതിനു ശേഷം പിന്നെ
നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അത്ര എഫക്റ്റ് കിട്ടുമെന്ന് വരത്തില്ല. പിന്നെ മാത്രമല്ല ഈ ആർട്ടറിയുടെ ആണെങ്കിലും വെയിൻ്റെ ആണെങ്കിലും ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു 100% ഒരു പെർമനന്റ് ക്യൂർ എന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായി? ഇതിനകത്ത് വെച്ചാൽ വെയിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വെയിൻ്റെ ട്രീറ്റ്മെന്റ് എടുത്താൽ വീണ്ടും റിക്കറൻസിനുള്ള ചാൻസുകൾ എല്ലാത്തിലും ഉണ്ട്. വെരിക്കോസ് റിക്കറൻസ് ഉള്ള ചാൻസുകളുണ്ട്. മനസ്സിലായി? നമ്മൾ ഒരു വെയിൻ അടയ്ക്കുമ്പോഴും ബോഡി വേറൊരു വെയിൻ ഉണ്ടാക്കും. അപ്പൊ അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ നമ്മൾ അത് കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുത്ത് പിന്നെ അതിന്റെ കെയറും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അത് കുറവായിരിക്കും. ഈ വെരിക്കോസ് വെയിൻ വരുമ്പോഴും സാർ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി പോലത്തെ സെയിം പ്രൊസീജിയർ തന്നെയാണോ? വെരിക്കോസ് വെയിനിൽ ആക്ച്വലി ആൻജിയോപ്ലാസ്റ്റി അല്ല. ആൻജിയോപ്ലാസ്റ്റി നമ്മൾ ഉദ്ദേശിക്കുന്ന വെയിൻ തുറക്കുന്നതല്ലേ. അതിനൂടെ വീനോപ്ലാസ്റ്റി എന്നൊരു സംഭവമുണ്ട്. അത് നമ്മൾ പുറത്തെ വെയിൻ അല്ല, അത് ഡീപ്പ് വെയിൻ്റെ അകത്തുള്ള ഒരു തടസ്സം കൊണ്ടാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് വീനോപ്ലാസ്റ്റി എന്ന് പറയാം. ഈ ആർട്ടറിയിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ തന്നെ വെയിനിൽ നമുക്ക് സ്റ്റെൻറ്റ് വെച്ച് വീനോപ്ലാസ്റ്റി ചെയ്യാം. ഇനി വെരിക്കോസ് വെയിൻ പുറത്ത് ഉള്ളതിനെ നമ്മളത് സാറിന് നമ്മൾ അടയ്ക്കുകയോ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ സർജറി വഴി ആ വെയിൻസ് റിമൂവ് ചെയ്യും, ചിലപ്പോൾ നമ്മൾ അത് ലൈഗേറ്റ് ചെയ്യും, ചിലപ്പോൾ സ്ക്ലീറോതെറാപ്പി എന്ന് പറയും. ചില സ്ക്ലീറോസിന്റെ ഏജൻസ് വെച്ചിട്ട് ആ വെയിൻസ് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വെനസീൽ എന്നൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് അത്. സിമ്പിളായിട്ട് നമുക്ക് OP വൈസ് പ്രൊസീജിയർ ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ് വെനസീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പല മെത്തേഡ്സ് വഴി ഈ വെരിക്കോസ് വെയിൻ ആക്ച്വലി ആ കുഴപ്പമുള്ള വെയിൻ നമ്മൾ അടച്ച് കളയുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. ആർട്ടറിക്ക് അത് തിരിച്ചാണ്, നമ്മൾ അടയ്ക്കാൻ പറ്റത്തില്ല, നമ്മളത് തുറക്കുകയാണ് ചെയ്യുന്നത്, ബ്ലോക്ക് തുറക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പം ഒരുപാട് പേര് വെരിക്കോസ് വെയിൻ ആണെങ്കിലും ഒരുപാട് പേര് സഫർ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അതെ, വെരിക്കോസ് വെയിൻ ഒരുപാട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് വെരിക്കോസ് വെയിൻ പ്രശ്നമുണ്ട്. പറഞ്ഞതുപോലെ DK പ്രൊസീജിയർ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അതെ, നമ്മളിപ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയിട്ട് അത് മാറ്റേണ്ടതാണെങ്കിൽ നമുക്ക് ഏത് സ്റ്റേജിലാണെങ്കിലും വെനോസിൽ വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതിന്റെ കറക്റ്റ് മെക്കാനിസം നമ്മൾ മനസ്സിലാക്കണം. നമുക്കിപ്പോൾ ഈ സഫിനോഫെമൽ ജംഗ്ഷൻ മുകളിലുള്ള വാലിന്റെ പ്രശ്നമുണ്ട്, ഇടയ്ക്കുള്ള വാലിന്റെ പ്രശ്നമുണ്ട്, ഇടയ്ക്ക് പെർഫറേറ്റേഴ്സിന്റെ പ്രശ്നമുണ്ട്. ഇത് കറക്റ്റ് എന്ത് മെക്കാനിസം കൊണ്ടാണ് വെരിക്കോസ് വെയിൻ വന്നിരിക്കുന്നത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നത്. സാർ, നമ്മൾ ഈ പുതിയ ഇന്റർവെൻഷൻ മെത്തേഡ്സ് പറഞ്ഞല്ലോ, അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എംബോലൈസേഷൻ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ഇപ്പം പോപ്പുലറായിട്ട് കേൾക്കുന്നവരുണ്ടാണ്. നമ്മുടെ ഇവിടെയും നമ്മൾ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് എംബോലൈസേഷൻ. അപ്പം ഇതിനെ പറ്റിയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ എന്താണ് സാറിനെ കുറിച്ച് പറയാനുള്ളത്? ഓക്കെ, നമ്മളിപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഉള്ള ബ്ലോക്കുകൾ മാറ്റുന്ന ചികിത്സ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ എംബോലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മൾ പുതിയ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്ന ഒരു ചികിത്സ രീതിയാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു രക്തക്കുഴലിൽ നിന്നും ഒരു ആവശ്യമില്ലാതെ ഒരു ബ്ലീഡിംഗ് ഉണ്ട്, അത് വയറിനകത്താവട്ടെ അല്ലെങ്കിൽ ലങ്സിനകത്താവട്ടെ ബ്ലീഡിംഗ് ഉണ്ട്. ആ രക്തക്കുഴൽ നമുക്ക് അടയ്ക്കാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അതിനാണ് എംബോലൈസേഷൻ എന്ന് പറയുന്നത്. അടച്ചാൽ ബ്ലീഡിംഗ് നിൽക്കും. അത് നമുക്ക് ഒരു ഓപ്ഷൻ. പിന്നെ നമ്മൾ സാധാരണ നമ്മളിവിടെ ചെയ്യുന്ന ഒരു എംബോലൈസേഷൻ്റെ ട്രീറ്റ്മെന്റ് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ യൂട്രൈൻ ആർട്ടറി എംബോലൈസേഷൻ എന്ന കാര്യം ചെയ്യുന്നുണ്ട്. ഫൈബ്രോയിഡ്സിന് വേണ്ടി, അല്ലെങ്കിൽ അഡിനോമൈസിസ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽസിന് വരുന്ന കോമൺ ആയിട്ടുള്ള പ്രോബ്ലമാണ് അഡിനോമൈസിസും യൂട്രൈൻ ഫൈബ്രോയിഡ്സും. യൂഷ്വലി അവർക്ക് അതിന്റെ സിംറ്റംസ് ആയിട്ടുള്ള വരെ രോഗികൾക്ക് നമ്മൾ സർജറിക്ക് പകരം ചെയ്യുന്ന വേറൊരു ചികിത്സ രീതിയാണ് യൂട്രൈൻ ആർട്ടറി എംബോലൈസേഷൻ എന്ന് പറയുന്നത്. യൂട്രസിലേക്ക് ബ്ലഡ് കൊടുക്കുന്ന യൂട്രൈൻ ആർട്ടറിയെ നമ്മൾ കത്തിട്ടുകൊണ്ട് പോയിട്ട് ബ്ലോക്ക് ചെയ്യുന്നതിനാണ് യൂട്രൈൻ ആർട്ടറി എംബോലൈസേഷൻ എന്ന് പറയുന്നത്. അത് ബേസിക്കലി ഒരു ഗൈനക്കോളജി പ്രോബ്ലമാണ്. അപ്പം നമുക്കറിയാലോ, ഇപ്പോൾ ഈ ഫൈബ്രോയിഡ്സും അഡിനോമൈസും ഒക്കെ പറഞ്ഞ ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഫീമെയിൽസ് യൂഷ്വലി ബ്ലീഡിംഗ് ആയിട്ടും അതുപോലെ പ്രഷർ സിംറ്റംസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു അസുഖമാണ് ഈ ഫൈബ്രോയിഡ്സും അഡിനോമൈസും എല്ലാം. അപ്പോൾ ആദ്യം നമ്മൾ അങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണണം. അപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഈ സിംറ്റംസിനെല്ലാം കാരണം അതൊരു ഫൈബ്രോയിഡ്സ് ആണോ അല്ലെങ്കിൽ അഡിനോമൈസ് ആണോ എന്ന് തീരുമാനിച്ചതിന് ശേഷം അവർ അതിൻ്റെ ചികിത്സ രീതികൾ നിർദ്ദേശിക്കും. അതിലും മെഡിസിൻ ഉണ്ട്. ചിലപ്പോൾ മെഡിസിൻ മാത്രം മതിയായിരിക്കും, ചിലപ്പോൾ അതിനകത്ത് സർജറി വരും. ഈ സർജറി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മുഴ മാത്രം എടുത്ത് കളയുന്ന സർജറി ആവാം, അല്ലെങ്കിൽ യൂട്രസ് മൊത്തത്തിൽ എടുത്ത് കളയുന്ന സർജറി ആവാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആണ് നമുക്കത് സർജറി ഇല്ലാതെ ഈ അസുഖത്തിനെ ട്രീറ്റ് ചെയ്യുന്നുള്ളൊരു ഓപ്ഷനാണ് ഈ എംബോലൈസേഷൻ എന്ന് പറയുന്നത്. അതൊരു ഡേ കെയർ പ്രൊസീജിയറാണ്. ബേസിക്കലി അത് നമുക്ക് ഒരുപാട് വലിയ ജനറൽ അനസ്തീഷ്യയിലും ചെയ്യുന്ന കാര്യങ്ങളല്ല, ഡേ കെയർ പ്രൊസീജിയറാണ്. ഇപ്പോൾ പണ്ടത് കാലിലെ രക്തക്കൊള്ളു കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ കയ്യിലെ രക്തക്കൊള്ളു വഴിയാണ് ചെയ്യുന്നത്. കയ്യിലെ രക്തക്കൊള്ളു വഴി ലോക്കൽ അനസ്തീഷ്യ വഴി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. യൂഷ്വലി ഒരു 30 മിനിറ്റ്സ് എടുക്കും, അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ടു 45 മിനിറ്റ്സ് ആണ് യൂഷ്വലി ഒരു പ്രൊസീജിയറിന്റെ ഒരു ഡ്യൂറേഷൻ. ഒരു ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ വേണം, അതിന്റെ പിറ്റേ ദിവസം നമ്മൾ വീട്ടിൽ വിടുന്നു. അതാണ് ആ പ്രൊസീജിയർ ചെയ്താൽ അത് എങ്ങനെയാണ് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ? അത് യൂഷ്വലി നമുക്കറിയാലോ, ഇപ്പോൾ ഫൈബ്രോയിഡ്സ് എന്ന് പറയുമ്പോൾ യൂട്രസിനകത്തുള്ള മുഴയാണ്. നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് യൂട്രസിനകത്തേക്ക് പോകുന്ന രക്തക്കുഴലുകൾ, യൂട്രൈൻ ആർട്ടറി എന്ന് പറയും. രണ്ട് സൈഡ് എല്ലാവർക്കും 2 യൂട്രൈൻ ആർട്ടറീസ് ഉണ്ട്. ഈ യൂട്രൈൻ ആർട്ടറീസിൽ നമ്മൾ ചെറിയ കത്തീറ്റർ, കയ്യിലൂടെ കൊണ്ടുപോകുന്ന കത്തീറ്റർ യൂട്രൈൻ ആർട്ടറീസിൽ കയറ്റി വെച്ചിട്ട് അതിൽ ചില പാർട്ടിക്കിൾസ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് ആ യൂട്രൈൻ ആർട്ടറിയിലേക്കുള്ള സപ്ലൈ നമ്മൾ നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി അപ്പോൾ ഈ ഫൈബ്രോയിഡ്സിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ അതിന്റെ ഗ്രോത്ത് ഒന്ന് അറസ്റ്റ് ആണ്. അതാണ് എൻ്റെ ട്രീറ്റ്മെന്റ്. യൂഷ്വലി ഞാൻ പറഞ്ഞല്ലോ, ഇത് ലോക്കൽ അനസ്തീഷ്യ ചെയ്യുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ യൂഷ്വലി ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് 30 മിനിറ്റ്സ് 30 to 45 മിനിറ്റ്സ് അത്രയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ സർജറി ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ റിക്കവറി ഫാസ്റ്റ് ആണ്. പക്ഷെ ഏതൊക്കെ പേഷ്യൻസിനാണ് ഇത് യൂസ്ഫുൾ ആകണം എല്ലാ ഫൈബ്രോയിഡ്സും നമുക്ക് ഇങ്ങനെ അതാണ് നമുക്ക് ഇതിനകത്ത് ഇങ്ങനത്തെ കണ്ടീഷൻ. ഇതൊരു ബേസിക്കലി ടീം വർക്കാണ്.
അപ്പോൾ ഇതിപ്പോൾ ഒരാളിപ്പോൾ ഒരു യൂഷ്വലി ചെയ്യുന്ന ചില സ്ഥലങ്ങളിൽ ചെയ്യുന്ന ഇൻ്റർനാഷണൽ റേഡിയോളജിസ്റ്റ് ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ കാർഡിയോളജിസ്റ്റുമാരായിരിക്കും ചെയ്യുന്നത്. പക്ഷേ എവിടെയാണെങ്കിലും ഇതൊരു ടീം വർക്കാണ്. ഇത് ബേസിക്കലി നമുക്ക് അതിൻ്റെ അകത്ത് ആ ടീമിൻ്റെ അകത്ത് നമുക്കൊരു ഗൈനക്കോളജിസ്റ്റ് വേണം, ഈ ഇൻ്റർനാഷണൽ റേഡിയോളജിസ്റ്റ് വേണം, അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് വേണം, റേഡിയോളജിസ്റ്റ് വേണം. അതുപോലെ ഈ ഫൈബ്രോയിഡ്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിന് മുമ്പ് ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതായത് ഒരു മാലിഗ്നൻസി ഉണ്ടോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടോ ഉള്ള കാര്യങ്ങളൊക്കെ റൂൾ ഔട്ട് ചെയ്യുന്ന ശേഷമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ കേസ് സെലക്ഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു രോഗിക്ക് ഒരു സംശയം തോന്നി ഫൈബ്രോയിഡ്സ് ആണ് അല്ലെങ്കിൽ അഡിനോമയോസിസ് അതുപോലെ സിംറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സിംറ്റംസ് ഈ ഫൈബ്രോയിഡ്സ് മൂലമാണോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ നമുക്ക് ചികിത്സ രീതിയിൽ ഏതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ടീമിൽ ഡിസ്കസ് ചെയ്തിട്ട് ഏത് പേഷ്യൻസിനാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സ്യൂട്ടബിൾ ആവണമെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്കാണ് ചെയ്യേണ്ടത്. പ്രൊസീജിയർ വൈസ് ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ പ്രൊസീജിയർ. പിന്നെ റിക്കവറി ഈസ് വെരി ഫാസ്റ്റ്. ഇന്ന് വന്നു കഴിഞ്ഞാൽ നാളെ വീട്ടിൽ പോകാം. അതിൽ റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, വേറെ മുറിവുകളൊന്നുമില്ല, വേറെ അനസ്തീഷ്യകളൊന്നുമില്ല. അങ്ങനത്തെ ഒരുപാട് ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് ഈ എംബോളൈസേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ സിംറ്റംസ് എല്ലാം റിക്കവറി ആകും അഷ്വറാണോ? അത് ഞാൻ പറയാം. നമുക്ക് കേസ് സെലക്ഷൻ പോലെ ഇരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഭയങ്കര വലിയൊരു ഫൈബ്രോയിഡ് നമ്മൾ എംബോളൈസ് ചെയ്ത് യൂഷ്വലി ഈ ഒരു ഫൈബ്രോയിഡ് നമ്മൾ എംബോളൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈസ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻ ആൻ ആവറേജ് ഓഫ് അറൗണ്ട് 40 to 60% ആണ് സൈസ് റിഡക്ഷൻ. അപ്പോൾ ഭയങ്കര വലിയ ഫൈബ്രോയിഡ് ആണ് നമ്മൾ എംബോളൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കുറയുമ്പോൾ അതുകൊണ്ടുള്ള സിംറ്റം മൊത്തം മാറുന്നു വെച്ചാൽ മാറത്തില്ല. പക്ഷേ അതേസമയം ചെറിയ ഫൈബ്രോയിഡ്സിനുള്ള സിംറ്റംസ് ആണെങ്കിൽ നമുക്ക് മാറും. അതാണ് നമ്മളിപ്പോൾ കേസ് നമ്മൾ സെലക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും മെജോറിറ്റി ഓഫ് പേഷ്യൻസിന് ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ. പിന്നെ കമ്പയർഡ് ടു സർജറി ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് റീ ഇൻ്റർവെൻഷൻ റേറ്റ് ഈ എംബോളൈസേഷനെ കുറിച്ച് കൂടുതലായിരിക്കും. കാരണം നമ്മൾ സർജറി ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ മുഴ നമ്മൾ എടുത്ത് മാറ്റുമല്ലേ. എംപ്ലോയീസും ചെയ്യുമ്പോൾ നമ്മളതിനകത്ത് രക്തോട്ടം കുറച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഒരു 4 to 6 months എത്രമാത്രം കുറയുന്നു വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ യൂഷ്വലി വെയിറ്റ് ചെയ്യണം. കാരണം നമുക്ക് ആ സപ്ലൈ പോയതിനു ശേഷം നമുക്ക് കുറയണ്ടേ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്കിത് ഹോർമോൺസ് ബേസ്ഡ് ആയിട്ട് ആണ് ഇതിന്റെ ഗ്രോത്ത് എല്ലാം വരുന്നത്. അപ്പോൾ ഒരു 40 years താഴെയുള്ളൊരു ഫീമെയിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് റിക്കറൻസിനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അറൗണ്ട് 20% ആൾക്കാർക്ക് ഒരു നെക്സ്റ്റ് 5 years വീണ്ടും റിക്കറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം 40 years ശേഷമുള്ള ആൾക്കാർക്കാണെങ്കിൽ വീണ്ടും അവർക്കൊരു മെനോപോസിലേക്കുള്ള ആർത്തവിരാമത്തിലോട്ട് ടൈം ആയതുകൊണ്ട് റിക്കറൻസ് റേറ്റ് കുറവായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് കേസ് സെലക്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവിടെ നമ്മുടെ ആ ടീം ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ആ ഗൈനക്കോളജിസ്റ്റും ഇൻ്റർനാഷണൽ റേഡിയോളജിസ്റ്റും അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റും എല്ലാവരും ചേർന്ന ടീമിൽ ഡിസൈഡ് ചെയ്ത് കറക്റ്റ് പേഷ്യൻസിനാണ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെരി യൂസ്ഫുൾ ട്രീറ്റ്മെൻറ്റ്. നമുക്ക് പലപ്പോഴും ചിലർക്ക് രോഗികൾക്ക് പലപ്പോഴും ഈ അനസ്തീഷ്യ പേടിയായിട്ടും ഈ സർജറി പേടിയായിട്ടും എല്ലാം ഇതും കൊണ്ട് ഈ ബുദ്ധിമുട്ട് സഹിച്ച് നടക്കുന്ന ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് ഫീമെയിൽസ് ഉണ്ട്. ഐ തിങ്ക് നമ്മൾ വിമൻ ഒരു വീട്ടില് അവരെ ഒരുപാട് നാളെ നമുക്ക് ബെഡ് റെസ്റ്റ് എടുത്ത് കിടന്ന വീട് അതുകൊണ്ട് തന്നെ വീട്ടിലപ്പോൾ പലപ്പോഴും ഫീമെയിൽസ് അത് ഈ മടിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള അങ്ങനെ സഹിച്ചിരിക്കുന്നവരെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ചികിത്സ രീതിയുണ്ട്. ആദ്യം നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണുക, ഈ നമ്മളുടെ സിംറ്റത്തിന് പ്രോബ്ലം കാരണം ഈ ഫൈബ്രോയിഡ്സോ അല്ലെങ്കിൽ അഡിനോമയോസിസ് പോലത്തെ എന്തെങ്കിലും കാരണമാണെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ട്രീറ്റ്മെന്റ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും. ആ കറക്റ്റ് പേഷ്യന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഷീ വിൽ ഇംപ്രൂവ്. ബ്ലീഡിംഗ് എല്ലാം ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ വളരെ ഇംപ്രൂവ്മെന്റ് വരും. കാലിന്റെ വെയിൻസിന്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും അവയവങ്ങളിലുള്ള വെയിൻസിൽ അല്ലെങ്കിൽ ആർട്ടറീസോ എന്തെങ്കിലും ബ്ലഡ് വെസൽസിനെ അഫക്ട് ചെയ്യാം. ഇപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ കിഡ്നി കേട്ടിട്ടുണ്ട്, കിഡ്നി ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ബ്ലോക്ക് വരാറുണ്ട്. അപ്പോൾ ആ ബ്ലോക്ക് ഈ ബ്ലോക്കുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ട്? രക്തക്കുഴലുകളുടെ ബ്ലോക്ക് ഏത് അവയവത്തിലാണല്ലോ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി മാറ്റാൻ പറ്റും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് കിഡ്നിയാണ്. കാരണം കിഡ്നിയിലേക്കുള്ള രക്തോട്ടം കുറയുന്നത് റീനൽ ആർട്ടറി സ്റ്റെനോസിസ് എന്ന് പറയും. അതിന് 2 പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന്, അവർക്ക് അൺകൺട്രോൾ ആയിട്ടുള്ള BP ഹൈപ്പർ ടെൻഷൻ വരും. പല മെഡിസിൻ കൊടുത്താലും ചിലപ്പോൾ അത് കൺട്രോൾ ആകത്തില്ല, അത് ഈ രക്തോട്ടം കുറവാണെങ്കിൽ. പിന്നെ ചിലപ്പോൾ കിഡ്നി ഫെയിലിയറിന് കാരണം ചിലപ്പോൾ അതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റീനൽ ആർട്ടറിയിൽ നമ്മൾ ഹാർട്ടിൻ്റെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ റീനൽ ആർട്ടറിയിൽ നമുക്ക് സ്റ്റെൻഡ് ചെയ്ത് ആ ബ്ലോക്ക് മാറ്റാൻ പറ്റും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിഡ്നി പേഷ്യൻസിന് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഡയാലിസിസ് ചെയ്യുന്ന കാര്യമുണ്ടല്ലോ. അപ്പോൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ചില ആൾക്കാർക്ക് കഴുത്തിലോ അല്ലെങ്കിൽ നെഞ്ചിലുള്ള കുഴൽ വഴിയായിരിക്കും, ചിലവർക്ക് ഫിസ്റ്റുല എന്ന് പറയും. നമുക്ക് കയ്യിൽ നമ്മളൊരു AV ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴിയായിരിക്കും നമുക്ക് ഡയാലിസിസ് ചെയ്യുന്നത്. പലപ്പോഴും ചിലപ്പോൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ 5-6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് വീണ്ടും ചുരുക്കം വന്നിട്ടോ അല്ലെങ്കിൽ ക്ലോട്ട് വന്നിട്ടോ ആ ഫിസ്റ്റിൽ അടഞ്ഞു പോകും. അങ്ങനെ ആകുമ്പോൾ അവർക്ക് നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സമയത്ത് വീണ്ടും വേറൊരു ഫിസ്റ്റിൽ ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് വീനോപ്ലാസ്റ്റി എന്ന് പറയും. ആ ചുരുക്കം നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ഹാർട്ടിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അവിടെ നമുക്ക് വീനോപ്ലാസ്റ്റി ചെയ്ത് നമ്മളതിനെ ഫിസ്റ്റുല ഇൻ്റർവെൻഷൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ എല്ലാം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് പണ്ടുണ്ടായിരുന്ന പലപ്പോഴും നമ്മൾ പല സർജറി വെച്ചോ അല്ലെങ്കിൽ പല മെത്തേഡ്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ലൈറ്റ് ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും. അങ്ങനെയാണ് ഇപ്പോൾ ടെക്നോളജി പോയിക്കൊണ്ടിരിക്കുന്നത്. ടീം വർക്കിനകത്ത് കൂടെ ഈസിനെസ് ഉണ്ടാക്കി പബ്ലിക്കിന് കൊടുക്കാൻ
പറ്റുന്ന ഒരു മെസ്സേജ് ഇതിനെപ്പറ്റി, നമ്മുടെ പുതിയ ഇൻ്റർവെൻഷൻസും ഇതിൻ്റെ യൂട്ടിലൈസേഷനും പറ്റിയിട്ട് എന്ത് അഡ്വൈസ് കൊടുക്കാം? അതെ, നമുക്കിപ്പോൾ സയൻസും ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് പണ്ട് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ പണ്ട് നമുക്ക് ചികിത്സ ഇല്ലാന്ന് വെച്ചിരുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ പണ്ട് വലിയ സർജറി വഴി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഡേ കെയർ പ്രൊസീജിയർ പോലെ എല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുക, അത് നമ്മളുടെ അസുഖം അതിന് സ്യൂട്ടബിൾ ആണോ എന്ന് മനസ്സിലാക്കുക, ഡോക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, ഈ ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുക. അതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. That was an amazing section, Doctor. ഹാർട്ടിനെ കുറിച്ചും കോംപ്ലക്സ് ടോപ്പിക്സിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നതിന് താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് അവർ പോഡ്കാസ്റ്റ്.